നമസ്കാരം. ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അർജുനായി 10ാം ദിനവും നിർണായക ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. വാർത്തകളിലേക്ക് വിശദമായി തന്നെ വരാം. ആദ്യം പ്രധാന വാർത്തകൾ. അർജുനായി 10ാം ദിനം നിർണായക ദൗത്യം. നദിയിൽ ലോറി മാർക്ക് ചെയ്ത് ഐബോ ഡ്രോൺ. പരിശോധനയിൽ ലോക സാന്നിധ്യം. അർജുന്റെ ലോറിയിലുണ്ടായിരുന്ന തടികൾ കണ്ടെത്തി. എന്തായാലും ഒരു 3-4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അത് ഞങ്ങൾ തന്നെ ആണോ എന്നുള്ളത് പോലീസുകാർ എന്തായാലും നിർബന്ധമായിട്ട് അവരാണ് കൺഫേം ചെയ്ത് പറയേണ്ടത്. 4 തടികൾ 8 മീറ്റർ അകലെ കണ്ടത് മീൻപിടുത്തക്കാർ. നദിയിൽ തെരച്ചിൽ നടത്തി 18 അംഗ നേവി സംഘം. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനം വൈകുന്നതിന് കാരണമെന്ന് നാവികസേന PRO കമാൻഡർ അതുൽ പിള്ള. നദി ചുവന്നൊഴുകുന്നതും കാലാവസ്ഥയും പ്രതിസന്ധിയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ. കാർവാറിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തയ്യാർ. നദിയിലിറങ്ങിയാൽ 2 മണിക്കൂറിനുള്ളിൽ മുങ്ങൽ വിദഗ്ധർ ലോറി കരയ്ക്കെത്തിക്കുമെന്നും ദൗത്യസംഘം. അർജുനെ കണ്ടെത്തുന്നതിൽ വെല്ലുവിളിയായി പ്രതികൂല കാലാവസ്ഥ. ഗംഗാവാലി പുഴയിൽ നീരൊഴുക്ക് ശക്തം. രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മര്യാദഘട്ട പ്രചരണം നടത്തുന്നുവെന്ന VD സതീശൻ. കർണാടകയ്ക്കെതിരെ വികാരം സൃഷ്ടിക്കുന്നത് ശരിയല്ല. കേരളത്തിലെ ദുരന്തങ്ങളിൽപ്പെട്ട പലരെയും ഇനിയും കണ്ടെത്താനുണ്ട് എന്നും VD സതീശൻ. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം. കോഴിക്കോട് സൈബർ സെല്ലിൽ പരാതി നൽകി അർജുന്റെ കുടുംബം. അമ്മയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റി പ്രചരിപ്പിക്കുന്നതായി പരാതി. തിരുവനന്തപുരം ടെക്നോസിറ്റിക്ക് സമീപം പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് നീക്കി. വനംവകുപ്പിന്റെ ശ്രമം നീണ്ടത് മണിക്കൂറുകൾ. കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ഇന്നലെ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച കവിത കൽപ്പറ്റ നാരായണന്റെ തെരഞ്ഞെടുത്ത കവിതകൾ. നോവൽ ഹരിത സാവത്രിയുടെ സിൻ. ചെറുകഥ N രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ്. ഗിരീഷ് PC-യുടെ E for ഇഡിറ്റ്സ് മികച്ച നാടകം. കൊല്ലം പോളയത്തോട് വാഹനാപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് 8 വയസ്സുകാരൻ വിശ്വജിത്ത്. തലയിലൂടെ ബസ് കയറിയിറങ്ങി. അപകടം. കുടുംബത്തോടൊപ്പം സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോകവേ. കേന്ദ്ര ബജറ്റിലെ കേരള അവഗണനയിൽ DYFI പ്രതിഷേധം. ഓഗസ്റ്റ് 1-ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തും. എയിംസ് വിഷയത്തിൽ മലയാളി കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണം. സുരേഷ് ഗോപി കേരളത്തിന് അപമാനമെന്നും സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ജൂലൈ 27, 28 തീയതികളിൽ DYFIയുടെ പന്തം കൊളുത്തി പ്രകടനം. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ഓഗസ്റ്റ് 8 വരെ കസ്റ്റഡിയിൽ തുടരണം. ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ നടപടി CBI കേസിൽ. അഞ്ചൽ രാമഭദ്രൻ കേസിൽ വിധി. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 4 പ്രതികളെ വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 30-ന്. മലപ്പുറം BP അങ്ങാടി സ്കൂളിൽ ഭക്ഷണത്തിൽ അട്ടയെ കണ്ട സംഭവത്തിൽ മന്ത്രി V ശിവൻകുട്ടിയെ കണ്ട വിദ്യാർത്ഥിനികൾ. സ്കൂളിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അട്ട കണ്ടെത്തിയ സംഭവത്തിൽ അന്ന് തന്നെ വിശദീകരണം തേടിയിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി.
സ്കൂൾ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചുവെന്നും ലാബിനായി ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ലീഡർമാർ ഉൾപ്പെടെ 5 പേർക്ക് നോട്ടീസ് അയച്ച ഇഡി. OTT നയിച്ചിരുന്ന 5 പേരും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. നിക്ഷേപകർക്ക് ലീഡർമാർ വാഗ്ദാനം ചെയ്തിരുന്നത് 10 ഇരട്ടി ലാഭമെന്ന ഇഡി. OTTയിലൂടെ മാത്രം ഹൈറിച്ച് തട്ടിയത് 397 കോടി രൂപ. രാജസ്ഥാൻ PSCയിലെ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ തെളിവുകൾ കൈമാറി കിരോടിലാൽ മീണ. തെളിവുകൾ കൈമാറിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന്. ചോദ്യപേപ്പർ ചോർച്ചയിലെ വമ്പനെ പിടികൂടാനുള്ള തെളിവുകളെന്ന മീണ. 15 ദിവസത്തിനുള്ളിൽ നടപടിയില്ലെങ്കിൽ സത്യാഗ്രഹം ആരംഭിക്കുമെന്നും മീണ. പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ വിവാദ പരാമർശവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീൻ അനുകൂലികൾ ഇറാന്റെ ഉപയോഗമുള്ള വിഡ്ഢികളെന്ന നെതന്യാഹു. പരാമർശം അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിൽ നെതന്യാഹുവിനെതിരെ അമേരിക്കയിലും പ്രതിഷേധം ശക്തം. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. ഓർത്തോ ഡോക്ടർ 1 മാസമായി അവധിയിലാണെന്ന ന്യായീകരണം. ഡ്യൂട്ടി ഡോക്ടർ നിർബന്ധിച്ച OP ബുക്കിൽ നിന്ന് പേര് വെട്ടിച്ചെന്ന പരാതിക്കാരൻ അഭിമന്യു. ഫോർട്ട് കൊച്ചിയിലെ റോറോ സർവീസ് പ്രതിസന്ധിയിൽ. 2 ദിവസമായി സർവീസ് നടത്തുന്നത് ഒരു റോറോ മാത്രം. കട്ടപ്പുറത്തായ റോറോ അറ്റകുറ്റപ്പണികൾക്ക് മുംബൈയിൽ നിന്നും വിദഗ്ധ സംഘം എത്തണമെന്ന് അധികൃതർ. തൃശൂർ മുല്ലശ്ശേരിയിൽ തീരാ ദുരിതത്തിലായി 5 കുടുംബങ്ങൾ. സ്വകാര്യ വ്യക്തികൾ ഉപേക്ഷിച്ച കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള വെള്ളം വീടുകളിലേക്ക് ഒഴുകുന്നു. അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ ഒരു വീട് തകർന്നു. കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി. കോഴിക്കോട് കുറ്റ്യാടി നാദാപുരം മേഖലകളിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കാവിലുംപാറ 3-ാം കൈയിൽ തെങ്ങ് വീണ വീട് തകർന്നു. ഒരാൾക്ക് പരിക്ക്. വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണു. പ്രദേശത്ത് വൈദ്യുതി വിതരണം നിലച്ചു. മഹാരാഷ്ട്രയിലെ ചിഞ്ചുവാഡിൽ ട്രാൻസ്ഫോമറിൽ തീപിടുത്തം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചു. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന് ഇന്ന് ആദ്യ മത്സരം. അമ്പെയ്ത്തിൽ വനിതാ റാങ്കിംഗ് റൗണ്ടിൽ മത്സരം ആരംഭിച്ചു. വ്യക്തിഗത മത്സരങ്ങൾക്ക് പുറമെ വനിതാ പുരുഷ ടീമിനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും. വനിതാ ഏഷ്യാകപ്പിൽ സെമി ലൈനപ്പായി നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശ് എതിരാളികൾ. ആതിഥേയരായ ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. സെമി ഫൈനൽ മത്സരങ്ങൾ വെള്ളിയാഴ്ച. പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് തോൽവിയോടെ തുടക്കം. വാർ പരിശോധനയിൽ ഗോൾ നിഷേധിച്ചതോടെ മൊറോക്കോയ്ക്ക് ജയം. അക്രമാസക്തരായ കാണികൾ. സ്പെയിനിനും ഫ്രാൻസിനും വിജയത്തുടക്കം. ഫ്രാൻസിനായി ഇരട്ട ഗോൾ നേടി ലാകാസെറ്റ്.